ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. റവ കൊണ്ടാണ് ചെയ്യുന്നത്. 1 കപ്പ് റവയിലോട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല രീതിക്ക് ഇതുപോലെ റവയുടെ എല്ലാ ഭാഗത്തും തൈര് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇന്ന് റെസ്റ്റിംഗ് ടൈമാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സവാള, അപ്പം ഞാൻ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നല്ല തിളച്ച ഓയിൽ ഒരു 2 സ്പൂണ് 2 ടീസ്പൂണ് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച്, നല്ല തിളച്ച ഓയിൽ വേണം ഒഴിക്കാനായിട്ട്. നിങ്ങൾ ഈ ഒരു ടൈമിന് ഈ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ചൂടാകാനായിട്ട് വെക്കണം. അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ശക്കലം ഒരല്പം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ പക്കോട തയ്യാറാക്കില്ലേ, ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഇനി നമുക്കിത് ഓയിലിലോട്ടിട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്ന വരത്തേക്കും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ട് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിലും കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കൈയൊന്നും പൊള്ളാണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളേ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടല്ലേ, പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പക്ഷേ ഉൾഭാഗമൊന്നും വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടില്ല നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ. അപ്പം മീഡിയം ആ ഒരു ലോ ഇതിലിട്ടിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്താൽ കളറൊക്കെ ഇതുപോലെ പതിയെ ചേഞ്ച് ആവുകയും ചെയ്യും. ഉൾഭാഗമെല്ലാം നല്ല വെന്ത് നല്ല കുക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ചായക്കടി. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.